ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ദൈവം എഴുതിയതാണോ കാർമിക് ട്രാപ്പാണോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. ഹെർമിറ്റ്, നയൻ ഓഫ് സോർട്സ്, സെവൻ ഓഫ് വൺസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സിക്സ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വൺസ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഹെർമിറ്റ് ആണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളുടെ ആത്മാവിനെ പഠിപ്പിക്കുവാൻ വന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം നേരിട്ട് എഴുതി വെച്ച ബന്ധമായിരുന്നുവെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി, പീസ്, ഗ്രൗണ്ടിങ് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ഒരു ഹെർമിറ്റ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധം നിങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ വന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായി വളരുവാനും അതുപോലെ തന്നെ ട്രൂത്ത് തേടുവാനും ഈ ഒരു ബന്ധം നിങ്ങളെ സഹായിക്കുമെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നയൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു കാർമിക് ട്രിഗറിൻ്റെ ഏറ്റവും ശക്തമായ സൂചനയാണ് ഈ ഒരു നയൻ ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സമാധാനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവം എഴുതിയ ബന്ധങ്ങൾ നമ്മെ ഹീൽ ചെയ്യുമ്പോൾ കാർമിക് ബന്ധങ്ങൾ നമ്മെ തകർത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു സൂചനയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും വേദന അനുഭവിക്കുവാനായിട്ടുള്ള കാരണമായിട്ടും നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരു കാർമിക് ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമുക്ക് ഇവിടെ ഈഗോ, അതുമല്ലെങ്കിൽ ഞാൻ ജയിക്കണം എന്നൊക്കെയുള്ളൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയം ജയിക്കണം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്ത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഇതൊരു ഡിവൈൻ സറണ്ടർ അല്ല ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഈഗോ കർമ്മയാണ് നമുക്ക് ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഒരു വ്യക്തി പ്രാക്ടിക്കലായി സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ വൈകാരികപരമായിട്ട് ഈ ഒരു വ്യക്തി കടുത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് നൽകുന്ന സൂചന. അതായത് ഈ ഒരു വ്യക്തി കൂടുതലും ധനപരമായിട്ട് കൂടുതൽ സമ്പാദിക്കണം എന്നൊക്കെയുള്ള ധനത്തിൽ ആകൃഷ്ടനായ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം തൻ്റേതായ രീതിയിൽ നടക്കണം, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു മനോഭാവം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് നമുക്കിവിടെ കാർഡുകൾ സൂചന നൽകുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ഡിവൈൻ ലവ് ആയിരുന്നുവെങ്കിൽ അത് ഫ്ലെക്സിബിലിറ്റി നൽകും. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാർമിക് ബോണ്ടായിട്ടാണ്. ഇത് കൺട്രോൾ തേടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരവസ്ഥ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇനി ഇത്രയും സഹിക്കണോ, അല്ലെങ്കിൽ ഇനി ഞാൻ പിടിച്ചു നിൽക്കണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇനിയും നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ആയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ദൈവം എഴുതിയേക്കുന്ന ബന്ധമാണെങ്കിൽ ഇത്തരത്തിലൊന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായി വരില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇല്യൂഷൻ, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, മിക്സഡ് എനർജി ഇത് നൽകിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ബന്ധം ചില സമയത്ത്
ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഹോപ്പ് നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഇട്ട് തരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും മാറിയും തിരിഞ്ഞും നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതൊരു ഡിവൈൻ ബോണ്ട് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തീർച്ചയായും ലഭിക്കുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. കാർമിക് ട്രിഗറിൽ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നും നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു കാർമിക് ബോണ്ടായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ നല്ല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ കൺസിസ്റ്റൻസി കുറവാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്കൊരു സ്ട്രോങ് അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ പാഷൻ ഹൈ, സ്റ്റെബിലിറ്റി കുറവ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇവിടെ നിങ്ങളെ അതായത് നിങ്ങളെ ആത്മാർത്ഥമായി ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ബാഹ്യ സൗന്ദര്യമൊക്കെ കണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്, ഇത് ദൈവം എഴുതി വെച്ച ഒരു പീസ്ഫുൾ സോൾമേറ്റ് ബോണ്ട് അല്ല എന്ന് വീണ്ടും കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചില സമയത്തൊക്കെ ചിന്തിച്ചിരുന്നിരിക്കാം ഇതെൻ്റെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് വീണ്ടും കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇവിടെ അതായത് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു കാർമിക് ട്രിഗർ ആയ ഒരു സ്പിരിച്വൽ ലെസൺ ബോണ്ടായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അതായത് ഈ ഒരു ബന്ധം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടാണ്. അതുപോലെ ഇല്യൂഷൻ ബ്രേക്ക് ചെയ്യുവാനായിട്ട് വന്നൊരു ബന്ധമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും ദൈവം ഈ ഒരു ബന്ധം ഇവിടെ നിങ്ങൾക്കൊപ്പം ജീവിക്കുവാനല്ല, ഇവിടെ മാറിപ്പോകുവാൻ തന്ന ഒരു എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം സ്ഥിരമായി കാണാത്ത ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്കുള്ളൊരു സോൾ ഗൈഡൻസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്, നിങ്ങൾ ബൗണ്ടറീസ് വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചില സമയത്ത് നിങ്ങൾ തന്നെ ഒരു ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബൗണ്ടറീസ് വെക്കണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതായത് നിങ്ങൾക്ക് തന്നെ ഒരു പാപം കിട്ടുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ചിന്ത വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ബൗണ്ടറീസ് വെക്കുന്നത് ഒരിക്കലും ഒരു പാപമല്ല. പീസ് ഉള്ളിടത്താണ് ദൈവമുള്ളത്. അത് ഓർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്